അടുത്തത് നമുക്ക് എല്ലാവർക്കും നിർത്തി എഴുതുന്ന സംഗീതം വായിക്കാനായിട്ട് ആയിട്ടുള്ള ക്ഷണിക്കുന്നു. സംഗീതം 32 സാംസ് 32. എല്ലാവരും വിശ്വസിക്കുന്നു. സംഗീതം 32 വാക്യം പ്രതിവർത്തിക്കുന്നു. Blessed is the one who transgression is forgive, who is in his power. For when I kept silence, my bones was heavy, through my bones all day long. I acknowledged my sin to you, and I did not cover my iniquity. I said, I will accuse my transgression to the Lord, and you forgive the iniquity of my sin. For you are a hiding place for me. You pursued me from trouble. You surrounded me with shouts of deliverance. Me not take you also more, without understanding which must be kept with bit and violence, or it will not stay near you. അതിനൊക്കെ നമുക്ക് ചേർന്ന് വയ്ക്കാം. നമുക്ക് ദൈവത്തെ കാര്യങ്ങളെ വെച്ച് ശ്രദ്ധിക്കാം. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരു 5 മിനിറ്റ് ഇരിക്കാം. അടുത്ത ഇപ്പൊ വായിച്ച സംഗീതത്തിന് പ്രബോധനത്തിനായി എഴുതുന്നത് ക്ഷണിക്കുന്നു. Praise the Lord. ഇവിടെ ആയിരിക്കുന്ന ഭാഷകൾക്കും എല്ലാവർക്കും വേഗമായ യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 32-ാം സങ്കീർത്തനാണല്ലോ. ഇത് എഴുതിയത് ദാവീദാണെന്ന് പറയുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും അതിന്റെ ഒന്നും 2 വാക്യം ആർക്കെങ്കിലും യഹോവ അകത്തിൽ നടപ്പിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ നമുക്ക് ഭാഗ്യവാനെ കുറിച്ച് കാണാൻ കഴിയും. ഈ ലോകത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നിറയെ ഭാഗ്യവാനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ചിലർക്ക് നല്ല വീട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അവൻ ഭാഗ്യവാനാണ്, നിറയെ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പറയും അവൻ ഭാഗ്യവാനാണ്. പക്ഷെ ഇതൊന്നും അല്ല ഭാഗ്യം. ബൈബിളിൽ നമുക്ക് നിറയെ ഭാഗ്യവാനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 1:2 ആർക്കെങ്കിലും വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വാക്യമാണ് ഭാഗ്യം എന്ന് കാണാൻ കഴിയുന്നത്. ന്യായപ്രമാണം ആചരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവത്തിനെ അറിയുന്നവനാണ് ഭാഗ്യവാൻ എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 84:4 ആർക്കെങ്കിലും വായിക്കാം. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരാരാണ് ഭാഗ്യവാന്മാരെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. റെവലേഷൻ 1:3 ആർക്കെങ്കിലും വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മള് ബൈബിള് വായിക്കുന്നു അല്ലാതെ മറ്റുള്ളവർക്ക് ബൈബിൾ വായിച്ച് കേൾപ്പിക്കുകയും ആ വചനത്തിനനുസരിച്ച് നടക്കുകയും ചെയ്യുന്നത് ആരാണ്? ഭാഗ്യവാന്മാരെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ച വാക്യം സംഗീതം 32:1 നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത്? ലംഘനം ക്ഷമിച്ചും പാവം മച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു. നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ദൈവം എങ്ങനെയാണ് നമ്മുടെ പാപം ക്ഷമിച്ചത്? 2 കള്ളന്മാരുടെ നടുവിൽ
മൂന്നണികളാൽ തറയ്ക്കപ്പെട്ട അടികൾ ഏറ്റുവാങ്ങി അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി ദൈവം നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ദൈവം നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. സംഗീതം അതിന്റെ 5-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമ്മൾ ചെയ്യുന്ന പാപമൊക്കെ ദൈവത്തിനോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം. നമ്മൾ തെറ്റ് ചെയ്യും, അത് നമ്മൾ ദൈവത്തിനോട് ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തിനോട് ക്ഷമ ചോദിക്കണം. അതിൽ 8-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. ഉപദേശിച്ച് നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തരും. നമുക്ക് ലോകത്ത് നല്ല വഴികളുണ്ട്. ചില ഫ്രണ്ട്സ് നമുക്ക് ചീത്ത വഴികളൊക്കെ കാണിച്ചു തരും. പക്ഷെ നമ്മൾ അതിലൂടെ ഒന്നും പോകാതെ ദൈവത്തിനോട് ചോദിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഗീതമല്ലാത്തൊരു വഴിയിൽ നടക്കാൻ പാടാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച ദൈവം നമുക്ക് വേണ്ടി നല്ലൊരു വഴി കാട്ടിത്തരും. ആ വഴിയിൽ നമുക്ക് നടക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ വേണം നടക്കാൻ. അപ്പൊ ദൈവം നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അത് മാത്രമല്ല, ഇനി മുതൽ നമ്മൾ ബൈബിൾ വായിച്ച് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ ദൈവത്തിനോട് ചോദിച്ച് അത് എടുക്കുവാനും എല്ലാവരും ബൈബിൾ വായിക്കാനും എല്ലാം ഉത്സാഹപ്പെടാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്തോത്രം ചെയ്യാം. തുടർന്ന് റീഡിംഗായിട്ട് പാട്ടികൾ